ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സദ്യ സ്റ്റൈല് മസാല കൂട്ടുകറിയാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് പൊട്ടറ്റോ ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് ഇതേ വലിപ്പത്തിലാണ്. പിന്നെ ഒരു 5 ബീൻസ് ഇതേമാതിരിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് വേണ്ട ഒരു 100 ഗ്രാം ഗ്രീൻ പീസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ സെപ്പറേറ്റ് വേവിക്കാം. അതിൻ്റെ പകുതി എടുത്താൽ മതി. പിന്നെ ഒരു 1/4 മുറിയിലധികം നാളികേരം ചിരവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. ഒരു 1.25 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. തീ ലോ ഫ്ലെയിമിലിടുക. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു 3 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇനി അതിലേക്ക് ചിരകി വെച്ച നാളികേരം അതുകൂടി ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുക്കുക, കരിഞ്ഞു പോകാതെ. അതേപോലെ നമുക്കൊന്ന് വറുത്തെടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തു. അതുകൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് ബ്രൗൺ നിറമാവോളം നമ്മളൊന്ന് വഴറ്റിക്കൊണ്ടേയിരിക്കണം. ഒരല്പം കൂടി എണ്ണ ഞാൻ ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ മസാലക്കറി വെക്കാത്തവർ എന്തായാലും ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ സദ്യക്ക് ഒരു സൈഡ് ഡിഷായിട്ട് എല്ലാ സദ്യകൾക്കും ഉള്ളതാണ് ഇതേപോലത്തെ ഒരു മസാലക്കറി. അപ്പോൾ എൻ്റെ ഒരു രീതിക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ആ എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മളത് ഓഫാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളം തൊടാതെ അരച്ചെടുക്കണം. ഒരുവിധം ഒന്ന് ചൂടാറുന്ന പാകത്തിന് അരച്ചെടുക്കുക. ഇതേപോലെ നമ്മൾ കിട്ടിയിട്ട് അത് ഞാൻ വേറെ ബൗളിലേക്ക് മാറ്റി കാണിച്ചു തരാം. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് പറ്റി പിടിച്ചൊക്കെ ഉണ്ട്. നമ്മൾക്ക് ഒരു കടായി അടുപ്പിലേക്ക് വെച്ചു. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ അതിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനിതാ ബോയിൽ ചെയ്തെടുത്ത ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്. ബാക്കി വേവ് ഇതിൽ നിന്ന് ആയിക്കോളും. ഇനി അതിലേക്ക് ഒരു 1/2 സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെള്ളുള്ളി ചതച്ചതാണ് അതുകൂടി ചേർത്ത് നികര വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾക്ക് പൊട്ടറ്റോ, ക്യാരറ്റ്, ബീൻസ് എല്ലാം വേവാനുണ്ട്. ഗ്രീൻ പീസും കുറച്ച് വേവണം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഞാൻ അത് അടച്ച് വയ്ക്കുകയാണ്. ഒരു 6-7 മിനിറ്റ് അത് അടച്ച് വയ്ക്കാം. ഒരു 7 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. തുറന്ന് നോക്കി. ഇപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊന്നും വെന്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു. ഒന്നുകൂടി അടച്ച് വെച്ചു. അതേമാതിരി തന്നെ 7 മിനിറ്റും കൂടി അടച്ച് വയ്ക്കാം. 7-8 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇപ്പോൾ അതാ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ പറ്റി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. പൊട്ടറ്റോ വെന്തിട്ടുണ്ട്. അതേപോലെ വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഇരിക്കുമ്പോൾ നന്നായിട്ട് വെന്തോളും. ഗ്രീൻ പീസൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴിയ വെള്ളം ആദ്യം ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ മസാല ഉണ്ടല്ലോ നേരിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ വെള്ളത്തിൽ കലക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതങ്ങനെ നന്നായിട്ടൊന്ന് ഇളകി വന്നോളൂ. ചൂടാകുമ്പോൾ പെരുകി വരും. അതാണ് ഈ സ്റ്റൈൽ മസാല. അപ്പോൾ എന്ത് മസാലക്കറി വയ്ക്കുമ്പോഴും നമ്മൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാകും കറിക്ക് കാണാനായിട്ട്. ഇനി ആവശ്യത്തിന് കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തു. നമ്മൾക്കിത് ഇലയിൽ വിളമ്പുന്ന ഒരു കറിയാണല്ലോ, മസാല കൂട്ടുകറി, എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മൾ അവിയലും കൂട്ടുകറിയൊക്കെ സാധാ കൂട്ടുകറിയൊക്കെ വെക്കുന്ന മാതിരി തന്നെയാണ് അതിൻ്റെ പാകം. കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ക്യാരറ്റൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട്. ഒന്നുകൂടി നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. മസാലയൊക്കെ ആ കഷ്ണങ്ങളിലേക്ക് ചേർന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഉപ്പ് നോക്കിയപ്പോൾ പോരായിട്ട് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ പറ്റും എണ്ണയെല്ലാം തെളിഞ്ഞ് സെറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ്. ആ എരിവ് നമ്മളിട്ട കുരുമുളകും വറ്റൽമുളകും എല്ലാം കറക്റ്റായി വന്നിട്ട് ഇതേ ഒരു പാകം ആവുന്ന സമയത്ത് ഒന്നുകൂടി നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷനായിട്ട് വരിക. ഈ സമയത്ത് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തു. അപ്പോൾ നമ്മൾ അടിപൊളി മസാല കൂട്ടുകറി ഇവിടെ റെഡിയായി വന്നു. ഇനി അതിലേക്ക് വേണ്ടത് ഒരു വറവാണ്. ചെറിയ തോതിൽ വറവിട്ടാൽ മതി. അല്പം കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഒരു 1.25 സ്പൂൺ വെളിച്ചെണ്ണ ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 സ്പൂണിലടുത്ത് കടുകിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 2-3 കൊത്ത് തേങ്ങ ഇതേപോലെ പൊടിയായി കട്ട് ചെയ്ത്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ചേർത്ത് നമ്മൾ മസാല കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ അത് ഇടയിൽ കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവർക്കും അറിയാൻ പറ്റും. അതൊന്ന് മൂപ്പായി വരുമ്പോൾ ഒരു 3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് വളരെ ലോ ഫ്ലെയിമിലിട്ട് ഈ വറവിട്ടാൽ മതി. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തു. അതുകൂടി ചേർത്തൊന്ന് മൂപ്പായി വരുന്ന സമയത്ത് നമ്മൾക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സെറ്റ് മസാല കൂട്ടുകറി നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും റെഡിയായി വന്നു. നമുക്കൊന്ന് ചൂടാറിയ ശേഷം ഉപയോഗിക്കാം.
അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്നു ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ കഷ്ണങ്ങളും വെന്ത് നല്ല അടിപൊളിയായിട്ട് അതിലേക്ക് മസാലയൊക്കെ ചേർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വേറെ പ്ലേറ്റിലേക്ക് പകർത്തി കാണിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ പാകം. അപ്പോൾ അടിപൊളി കൂട്ടുകറിയാണ്, മസാല കൂട്ടുകറി. എന്തായാലും നിങ്ങൾ ഈ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇന്നിപ്പോൾ നമുക്ക് ഈ ചോറിൻ്റെ കൂടെ ഈ ഒരു കൂട്ടുകറി മാത്രം മതി. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.